ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിനിരയാക്കിയ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പോലീസ് പരിശോധന നടത്തിവരികയാണ്. പരിപാടിയുടെ ക്രമീകരണ ചുമതല ഉണ്ടായിരുന്ന ഓസ്കർ ഇവന്റ്സ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രേഷ്മ ബാബു അവിടെ നിന്നും ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം അവിടെ വലിയ ഒരു പിഴവ് തന്നെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. കാരണം അവിടെ ഭരതനാട്യത്തിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷകർത്താവ് അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇതുതന്നെയാണ്. വലിയ തുകയാണ് പിരിച്ചെടുത്തത്, പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള യാതൊരു സൗകര്യങ്ങളും ഒരുക്കി നൽകിയില്ല. ക്രമീകരണ ചുമതലയുണ്ടായിരുന്ന ആളുകളൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ക്രമീകരണങ്ങളിൽ പാളിച്ച പറ്റിയെന്ന് അവരും പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലീസ് അവിടെ പരിശോധന നടത്തി വരികയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ. ദേവിക, സെൻട്രൽ ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നിലവിൽ ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത്. അതായത് ഈ നിലവിൽ താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള സ്റ്റേജിന്റെ അളവുകളടക്കമാണ് നിലവിൽ പരിശോധിക്കുന്നത്. എത്ര അടി ഉയരത്തിൽ നിന്നുമാണ് MLA വീണിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഈ ക്രമീകരിച്ചിട്ടുള്ള സ്റ്റേജ് അത് എപ്രകാരമാണ്. നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ നിലവിലെ VIP ഗാലറി, അതായത് സ്റ്റേഡിയത്തിന്റെ VIP ഗാലറിയുടെ മുകളിലായിട്ടാണ് ഈ ഇരുമ്പ് ദണ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് പ്ലാസ്റ്റിക് റോപ്പ് കൊണ്ട് കെട്ടിക്കൊണ്ടുള്ള ഒരു താൽക്കാലിക സ്റ്റേജ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അതിനു മുകളിലായിട്ടാണ് VIP-കൾക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ഈ പരിപാടിയുടെ VIP-കൾക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട് കസേരകൾ ഒരുക്കിയിരുന്നത്. അതിനു മുകളിൽ ഈ സ്റ്റേജും, അതായത് മറ്റ് ഉദ്ഘാടന പരിപാടിയിലെ അവതാരികമാരൊക്കെ തന്നെ നിന്നിരുന്നത് ആ സ്റ്റേജിലുമാണ്. തൊട്ട് താഴെ ഒരു 30-35 കസേരകൾ നിരത്തിക്കൊണ്ട് VIP ഗാലറി ഒരുക്കി. ഇതിന് തൊട്ട് സൈഡിലായിട്ട് ഒരു സുരക്ഷാ കൈവരി ഒരുക്കേണ്ടതായിരുന്നു. പക്ഷെ ആ കൈവരിക്ക് പകരമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ നീല റിബൺ കിട്ടിയിട്ടുള്ള ക്യൂ മാനേജർ എന്നുള്ള താൽക്കാലിക സംവിധാനം. നിലവിൽ പോലീസിന്റെ പരിശോധനയിൽ ഇത് ഏത് വിധത്തിലാണ് ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്, അതിന്റെ അളവുകോലുകൾ ഒക്കെ തന്നെ ഈ MLA വീണ ഇടം, MLAയുടെ ഉമാ തോമസ് MLAയുടെ ചെരുപ്പാണ് ഈ കിടക്കുന്നത്. MLA വീണത് ഈ ഓടയുടെ സ്ലാബില്ലേ, ആ സ്ലാബിന്റെ മുകളിലേക്കാണ്. ആ പിൻഭാഗം, തലയുടെ പിൻഭാഗം ഇടിക്കുകയും ചെയ്തു. ഈ നിലവിൽ പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്ന അളവെന്ന് പറയുന്നത് 14 അടി ഉയരമാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. എന്തായാലും അത്രയും ഉയരത്തിൽ നിന്നുമാണ് MLA താഴേക്ക് പതിച്ചത്. വലിയൊരു സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസും മറ്റുള്ളവരും ഉള്ളത്. GCDയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം. ഫോറൻസിക് വിഭാഗമാണ് നിലവിൽ ഈ പരിശോധന നടത്തുന്നത്. ഇവിടെ അവർ പരിശോധന തുടരുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അതായത് സുരക്ഷാ കൈവരി ഒരുക്കിയിട്ടില്ല. ഈ താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റേജ് സംവിധാനം അങ്ങനെ കെട്ടിപ്പൊക്കാനൊന്നും സാധിക്കില്ല. കാരണം ഇത് VIP ഗാലറി, നേരത്തെ ഉള്ള VIP ഗാലറിയുടെ മുകളിലാണ് ഈ സ്റ്റേജ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഈ നേരത്തെ ഉള്ള VIP ഗാലറിക്ക് ഒരു സുരക്ഷാ കൈവരിയുണ്ട്, കമ്പി ഉപയോഗിച്ചുള്ള സുരക്ഷാ കൈവരിയുണ്ട്. മറിച്ച് അതിന് മുകളിൽ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പ് ദണ്ഡുകൾ കൂട്ടിക്കിട്ടിയുമാണ് ഈ പറയുന്ന സ്റ്റേജ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ സ്റ്റേജ് ഒരുക്കാനായിട്ട് യാതൊരു തരത്തിലും അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് GCDA പറഞ്ഞിട്ടുള്ളത്. കരാർ മാനദണ്ഡങ്ങളിൽ ലംഘനം നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നും GCDA അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഏറ്റവും പുതിയ വിവരമാണ് ഈ ഒരു പരിപാടിയുടെ ക്രമീകരണം, സ്റ്റേജ് അടക്കമുള്ള ക്രമീകരണങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഉടമ കൃഷ്ണകുമാർ കസ്റ്റഡിയിൽ എന്നുള്ള വിവരം. നേരത്തെ തന്നെ പാലാരിവട്ടം പോലീസ് കേസെടുത്തതാണ്. BNS 125B 125 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായെന്നും ആ സ്റ്റേജ് കെട്ടിപ്പൊക്കിയതിൽ പാസേജ് അടക്കമുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ പുലർത്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം പറയുന്നത്, സാധാരണ രീതിയിൽ ഈ KPPR ആക്ട് പ്രകാരം ഒരു സ്വകാര്യ പരിപാടി അല്ലെങ്കിൽ ഒരു വിനോദ പരിപാടി നടത്തുന്ന സമയത്ത് വിവിധ നിരാക്ഷേപ പത്രങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നും വാങ്ങിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്ന് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, അഗ്നിരക്ഷാ സേന വിഭാഗം, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ വിഭാഗം, പിന്നീട് ഈ പറയുന്ന കോർപ്പറേഷൻ ഏതാണോ തദ്ദേശ സ്ഥാപനം, ആ തദ്ദേശ സ്ഥാപനത്തിന്റെ നിരാക്ഷേപ പത്രം നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിൽ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തോട് നമ്മൾ അന്വേഷിച്ച സമയത്ത് പറയുന്നത് NOC ഈ പരിപാടിക്ക് നൽകിയില്ല എന്നുള്ളതാണ്. NOC നൽകാതെ ഈ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. മറ്റൊന്ന്, ഈ GCDA പറയുന്നത് കരാർ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലൊരു സ്റ്റേജ് കെട്ടിപ്പൊക്കുന്ന സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തി
വ്യക്തിയാണ് GCDA ചെയർമാനായിട്ടുള്ള K ചന്ദ്രൻപിള്ള. അതേ വ്യക്തി അതേ പരിപാടിയിൽ അതേ സ്റ്റേജിലിരുന്ന് പങ്കെടുക്കുന്നു. എന്നിട്ടും ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കിയ സമയത്ത് എന്തുകൊണ്ടാണ് ഈ അധികാരികൾ കണ്ണടച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒരു അപകടം സംഭവിച്ച സമയത്ത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടായത്, ഒരു ജാഗ്രത ഉണ്ടായത്. പക്ഷേ ആ ജാഗ്രത കുറവ് നേരത്തെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായി. കാരണം ഈ പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ നിരാക്ഷേപ പത്രം കൊടുക്കുന്നത് ഈ വേണ്ടത്ര ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തിയതിനു ശേഷമാണ്. അത്തരത്തിലുള്ള പരിശോധനകളിലും വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. എന്തായാലും ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നിലവിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. സ്റ്റേജ് ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേജിന്റെ അടക്കം ക്രമീകരണങ്ങളിൽ ചുമതല ഉണ്ടായിരുന്ന ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഉടമ കസ്റ്റഡിയിലാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ശരി, കലൂരിൽ നിന്ന് രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.